ഗുഡ് മോർണിംഗ്, വെൽക്കം ടു ഡേ 5 ഓഫ് 30 ഡേയ്സ് ചലഞ്ച്. അപ്പം അങ്ങനെ നമ്മൾ ഡേ 5 രാവിലെ എണീറ്റ് ചെന്നപ്പോഴത്തേക്ക് അച്ഛനും അമ്മയും കൂടെ പുറത്ത് പോകാനായിട്ട് റെഡി ആകുമായിരുന്നു. അച്ഛനൊരു ഷർട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഗിഫ്റ്റ് കിട്ടിയതാണ്. അപ്പോൾ അതിൻ്റെ സൈസ് ചെറുതായതുകൊണ്ട് അത് മാറ്റുമായിരുന്നു. പിന്നെ അമ്മൂമ്മ സ്വന്തമായിട്ടൊക്കെ തുണിയൊക്കെ വിരിക്കും. നമ്മൾ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ അമ്മൂമ്മയ്ക്ക് ഇങ്ങനെ സ്വന്തമായിട്ട് ഇങ്ങനെ ആക്റ്റീവായിട്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അമ്മ രാവിലെ ചായയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പോയത്. അപ്പോൾ അതൊന്നും ഞാൻ പോകുന്നതിന് മുന്നേ ചൂടാക്കി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. രാവിലെ ചപ്പാത്തിയും കടലക്കറിയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അതൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓഫീസിൽ പോകാനായിട്ട് റെഡിയാവും. ഇന്ന് ഓഫീസിൽ പോകുന്ന ദിവസം, അപ്പം ഇന്ന് വർക്ക് ഫ്രം ഹോം എടുത്തില്ല, ഓഫീസിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാവരോടും ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞു ഓഫീസിലോട്ടെത്തി. ഓഫീസിലെത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ബഗ്ഗി സർവീസ് കംപ്ലീറ്റ്. ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് ചെന്നത്. ഞാൻ ചെന്നപ്പോഴത്തേക്ക് ബഗ്ഗി പോയി കഴിഞ്ഞു. പിന്നെ വിചാരിച്ചു കുറച്ച് നടക്കണമല്ലോ. അങ്ങനെ നടന്ന് ഓഫീസിലൊക്കെ എത്തി. ഇനി പണിയിലോട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ചെങ്കിലുമൊക്കെ നമ്മൾ ആത്മാർത്ഥത കാണിക്കണം പണിയെടുക്കുമ്പോൾ കേട്ടോ. നമ്മൾ പണിയൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് പണിയൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫുഡ് കഴിക്കാനുള്ള സമയം. ആൾക്കാർ കുറവായിരുന്നു. സുരേഷ് ചേട്ടനും ബിജു ഉണ്ടായിരുന്നു, അജിത്തേട്ടനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ഫുഡ് കൊണ്ടുപോകാത്തതുകൊണ്ട് അവിടെ നിന്ന് തന്നെ ഫുഡ് വാങ്ങിച്ച് വെച്ചു. ഒരു എഗ് ഫ്രൈഡ് റൈസ് വാങ്ങിച്ചു. എഗ് ഫ്രൈഡ് റൈസൊക്കെ വാങ്ങിച്ച് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് പിന്നെയും ബാക്ക് ടു പണിയില്ല. പിന്നെ എനിക്ക് ആക്ച്വലി വയ്യായിരുന്നു, ചുമയായിരുന്നു കേട്ടോ. ആൾക്കാരൊക്കെ കുറവായിരുന്നുകൊണ്ട് ഭയങ്കര AC ആയിരുന്നു. അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്കും ചായ അടിക്കാനുള്ള ടൈമായി. അങ്ങനെ അമലേട്ടനുണ്ടായിരുന്നു ചായ കുടിക്കാൻ. അമലേട്ടനൊക്കെ ആയിട്ട് നമ്മൾ ചായയും ഹോർലിക്സ് ബൂസ്റ്റ് അതൊക്കെ ഓർഡർ ചെയ്തിട്ടിരുന്ന് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ എല്ലാവരും വീട്ടിലോട്ട് പോയി. ഈ ബിജു കാരണം ഞാൻ ലേറ്റായിട്ടാണ് പോയത്. അങ്ങനെ ഞാൻ അവനെ പറഞ്ഞുകൊണ്ടിരിക്കുക, നീ കാരണം ലേറ്റായിട്ട് പോയതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. താഴെ ഇറങ്ങിയപ്പം ഒരു മഴയൊക്കെ തോർന്ന് നിൽക്കുന്നു. പിന്നെ ജസ്റ്റ് മിസ്സായിരുന്നു. മഴ പെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ വീടെത്തി സ്നാക്സൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ ഓടാനായിട്ട് പോയിട്ട് സ്റ്റേഡിയത്തിൽ. ഇവർ രണ്ടുപേരും ഓടാൻ പോയത്. റെനിയും അവനും ഓടാൻ പോയി. ഞാൻ നടക്കുക ഓടുക അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു. അങ്ങനൊരു 4 കിലോമീറ്ററൊക്കെ ഓൾമോസ്റ്റ് അതൊക്കെ സെറ്റാക്കി. നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ടീ ആൻഡ് കോ എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട്. അവിടെ നിന്ന് ബൂസ്റ്റൊക്കെ കുടിച്ച് തിരിച്ച് വീടെത്തിയപ്പോൾ കുറച്ച് ലേറ്റ്. അപ്പോൾ അവിടത്തേക്ക് അമ്മ മാവൊക്കെ കലക്കി വെച്ചിട്ടുണ്ട്, ദോശ ഉണ്ടാക്കിക്കോന്ന് പറഞ്ഞു. അങ്ങനെ ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കി. ഗോതമ്പ് ദോശയും ചമ്മന്തിയും ഒരു ഫ്രൂട്ട് ഉണ്ടായിരുന്നു, എനിക്കതിൻ്റെ പേര് അറിഞ്ഞൂടാ. അതുമൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ദിവസം ഓൾമോസ്റ്റ് കംപ്ലീറ്റായി. അങ്ങനെ പോയി കിടന്നുറങ്ങി. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ടാറ്റാ ബൈ ബൈ, ഗുഡ് നൈറ്റ്.